Hi all, welcome to my channel. Today we are going to deal with another topic from Foundation of Nursing, that is health and disease. In this chapter we are going to see about health and diseases, determinants of health, etc. So first we are going to move on directly on definition of health. Just before that, what is the meaning of health? എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത്? ഹെൽത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം എന്നുള്ളതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ഇൽനെസ്. അസുഖമില്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട് ഹെൽത്തിന്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്, നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്, നോട്ട് മിയർലി the absence of disease or infirmity. That is the definition given by WHO. So health എന്ന് പറയുന്നത് it's a state which means condition. It's a condition. Health is a condition in which physical, mental means emotions, our stress, etc. and socially means in our society everything will be well എന്നുള്ള കൺസെപ്റ്റാണ് സോഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ മീൻസ് spirituality also included in the health. So not only this physical, mental, social, spiritual well-being, but also there will be not merely the absence of disease or infirmity is known as health. This is a very important definition given by World Health Organization. So health is a resource for everyday life, not the object of living. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് ആർ, ഒരു മനുഷ്യൻ ഹെൽത്തുമായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു? സോഷ്യൽ ഫാക്ടേഴ്സ്, നമ്മുടെ കൂടെ നമ്മളെ സഹജീവികളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ മുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹെൽത്തിന് എങ്ങനെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഘടകമാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ചുറ്റുപാടുകളുമായിട്ടുള്ളവരുമായിട്ട് ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് മെന്റലി അയാൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിൽ അവിടെ അയാൾ ഹെൽത്തി ആവുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ഫാക്ടേഴ്സും. അതായത് ഫിനാൻഷ്യൽ, അയാൾക്ക് മണി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അയാളുടെ ചിന്തകളിലോ അല്ലെ പ്രവൃത്തികളിലോ ഒക്കെ എപ്പോഴും ആ ഒരു സ്ട്രെസ് അനുഭവപ്പെടുകയും തൽഫലമായിട്ട് അയാൾക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഉള്ളത് ഫിസിക്കലാണ്. എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ്, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാവുന്ന ഏതെങ്കിലും ഭാഗത്തിലേക്ക് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ദെൻ സ്പിരിച്വൽ പ്രോബ്ലംസ്, നമ്മുടെ വിശ്വാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ, നമ്മുടെ വിശ്വാസമൊക്കെ അമിതമായി പോയാൽ അതും ഒരു തരത്തിൽ പറഞ്ഞ അനാരോഗ്യം തന്നെയാണ്. ദെൻ എൻവയോൺമെന്റ്, ഒരു നീറ്റ് അല്ല, ക്ലീൻ അല്ലാത്ത ഒരു എൻവയോൺമെന്റിൽ ജീവിക്കേണ്ടി വന്നാൽ ഓഫ് കോഴ്സ് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇമോഷണലും ഇന്റലക്ച്വലും ഒക്യുപ്പേഷണലും ഫാക്ടേഴ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇന്റലക്ച്വലായിട്ട്, അതായത് ബുദ്ധിപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലെ ബുദ്ധി കുറവൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ അഫക്ട് അവർ ഹെൽത്ത്. ദെൻ ഹെൽത്ത് നമ്മൾ പറഞ്ഞു. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇൽനെസ്.
ഹെൽത്ത് എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ and spiritual well-being, not merely the absence of disease or infirmity. Then let's see the definition of illness. Illness is a state in which a person's physical, emotional, intellectual, social, developmental or spiritual functioning is diminished or impaired. That is the definition of illness. Very simple definition. It's a state in which a person's ഒരാളുടെ ഒരു കണ്ടീഷനാണ് എങ്ങനെ ഫിസിക്കൽ പരമായിട്ടും ഇമോഷണൽ പരമായിട്ടും ഇന്റലക്ച്വൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ആവട്ടെ, സ്പിരിച്വൽ ആവട്ടെ, അങ്ങനെയുള്ള ഫങ്ഷൻസിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വരുന്നതോ അതല്ലെങ്കിൽ അതിന് ഇംപയർഡ് ആവുന്നതോ ചെയ്യുന്നതാണ് ഇൽനെസ് എന്ന് പറയുന്നത്. നമ്മളെ കൈമുറിഞ്ഞാൽ മാത്രമല്ല നമ്മൾ ഇൽനെസ് എന്ന് പറയുന്നത്. ഇമോഷണലി നമ്മൾ അപ്സെറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൽനെസ്. അതുപോലെ ഇന്റലക്ച്വൽ പ്രോബ്ലംസ്, നമുക്ക് പഠനപരമായിട്ട് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ദാറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൽനെസ്. സോഷ്യൽ പരമായിട്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോടൊന്നും മര്യാദയ്ക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം അടിയാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒരുപാട് വരുന്നുണ്ട് എങ്കിൽ ദാറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൽനെസ്. ആൻഡ് ഡെവലപ്മെന്റൽ, ഓരോ കാലഘട്ടത്തിലും വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന പ്രോബ്ലംസും ഇൽനെസ് തന്നെയാണ്. അതായത് ഇൽനെസ് ആയിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജിൽ നമ്മൾ സ്റ്റാഗ്നേഷൻ ചെയ്തു പോവാണ്, പിന്നെ അങ്ങോട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൽനെസ്. Also, spiritual functioning is diminished or impaired is known as illness. This is the definition of illness. The next, we can move on. Definition of disease. Disease is a state in which a pathological process with characteristic signs and symptoms affecting the whole body or of its parts. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൽനെസിന്റെ ഡെഫിനിഷൻ ആണ്. ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ് ആണ്, അത് ഇമോഷണൽ ആയിട്ടോ ഫിസിക്കൽ ആയിട്ടോ ഇന്റലക്ച്വൽ ആയിട്ടോ ഡെവലപ്മെന്റൽ ആയിട്ടോ സ്പിരിച്വൽ ആയിട്ടോ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണ് ഇൽനെസ് എന്ന് പറഞ്ഞു. വേറാസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് എ പാത്തോളജിക്കൽ പ്രോസസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ്, സൈൻസ് ആൻഡ് സിംറ്റംസ് affecting the whole body or any of its part is known as disease. So it is something which a pathological process, ഏതെങ്കിലും ഒരു ഫിസിയോളജിക്കലോ സൈക്കോളജിക്കലോ ഡിസ്ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസീസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ സ്പിരിച്വൽ ഉള്ള ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഒരിക്കലും ഡിസീസ് എന്ന് പറയുന്നത് അതൊരു ഇൽനെസ് ആണ്, പക്ഷെ അതൊരു ഡിസീസ് അല്ല. It is an alteration in the structure and function of the body and mind. It's a deviation from physiological and psychological function of the body. Next we can move on. Causes and risk factors of developing disease. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. An unhealthy diet and environment, physical inactivity, infectious agents, poverty, urbanization and globalization, an aging population, stress and anxiety, injuries and trauma. In this, first, അൺഹെൽത്തി ഡയറ്റ് ആൻഡ് എൻവയോൺമെന്റ്. എങ്ങനെയാണ് അൺഹെൽത്തി ഡയറ്റ് ആൻഡ് എൻവയോൺമെന്റ് ഒരു ഡിസീസ് ഉണ്ടാവുന്നത്? അൺഹെൽത്തി ഡയറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം എടുക്കുന്നു, അല്ലെങ്കിൽ മധുരം കൂടുതലുള്ള ഭക്ഷണം എടുക്കുന്നു, അല്ലെങ്കിൽ പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണം എടുക്കുന്നു, അങ്ങനെ അതായത് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് അല്ലാത്ത അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് എത്തുന്ന രീതിയിലല്ലാത്ത ഫുഡ് കഴിക്കുന്നതും, അതുപോലെ തന്നെ ഒരു അൺഹെൽത്തി എൻവയോൺമെന്റും, അതായത് വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളും
ഒരാൾക്ക് വൃത്തി ഉള്ള സ്ഥലത്തുള്ള ഒരു ജീവിക്കുന്ന ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക്, അതായത് വൃത്തിഹീനമായിട്ട് അൺഹെൽത്തി എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. ലൈക്ക് സ്ലം ഏരിയാസ്, അതുപോലെ കൊതുക്, അത്തരം ഏരിയാസിലൊക്കെ കൊതുകുകളും അതുപോലെ തന്നെ മറ്റ് ഇൻഫെക്ഷസ് ഏജൻസ് ഒക്കെ വരാനുള്ള സാധ്യത, അതുവഴി അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഇനാക്ടിവിറ്റി. ഫിസിക്കൽ ഇനാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എക്സസൈസ്. എക്സസൈസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. എക്സസൈസ് ഇല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഒബിസിറ്റി ഉണ്ടാവും, അതായത് പൊണ്ണത്തടി ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫെക്ഷ്യസ് ഏജൻസ്. പല രീതിയിലുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസീസ് ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം. ഇപ്പൊ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ വേണ്ടത്ര ന്യൂട്രീഷൻ എത്തുന്നില്ല, അങ്ങനെ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ നഗരവൽക്കരണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും, പിന്നെ ആൻ ഏജിങ് പോപ്പുലേഷൻ. നമ്മളെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഓരോ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇമോഷണലി ആണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക് അസുഖം വരാൻ ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട്. ദെൻ ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കോസ്, ദാറ്റ് ഈസ് ഇഞ്ചുറീസ് ആൻഡ് ട്രോമ. ഇന്നത്തെ ഏറ്റവും വലിയൊരു മരണങ്ങൾക്ക് കാരണമാവുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അതും നമ്മളെ ഡിസീസ് ഉണ്ടാവാനുള്ള വളരെ വലിയൊരു കോസ് തന്നെയാണ്. These all are the cause of ill health. Pathogenic factor, weak constitution, physical work, other overwork, drugs, climate, emotions, food and diet, pathogenic factors, etc. ഇതൊക്കെയാണ് നമ്മുടെ ഇൽ ഹെൽത്തിനെ കോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൺഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വി ക്യാൻ മൂവ് ഓൺ. ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ്. മെനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഇൻഡിവിജ്വൽസ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. മെയിൻലി വേരിയബിൾസ് influencing health and health benefits or practice are mainly two variables are there. One is internal variable and another one is external variable. Internal variables ഉണ്ട്, external variables ഉണ്ട്. ഇതാണ് factors influence the individual's definition of health. ഒരാളെ സംബന്ധിച്ച് അയാൾ എങ്ങനെ ഇരിക്കണം എന്ന്, അയാളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം എന്ന് കുറച്ച് ഫാക്ടേഴ്സ് തീരുമാനിക്കുന്നുണ്ട്. അതാണ് ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഫസ്റ്റ് വൺ, ഇന്റേണൽ വേരിയബിൾസ്. ഇന്റേണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ വേരിയബിൾസ് ഇൻക്ലൂഡ് എ പേഴ്സൺസ് ഡെവലപ്മെന്റൽ സ്റ്റേജ്, ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, പെർസെപ്ഷൻ ഓഫ് ഫങ്ഷനിങ് ആൻഡ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഫാക്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്റേണൽ വേരിയബിൾസിലുള്ളത് നോക്കാം. ഡെവലപ്മെന്റൽ സ്റ്റേജസ്, ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, പെർസെപ്ഷൻ ഓഫ് ഫങ്ഷനിങ്, ഇമോഷണൽ ഫാക്ടേഴ്സ് ആൻഡ് സ്പിരിച്വൽ ഫാക്ടേഴ്സ്. അങ്ങനെ 5 ഡിവിഷൻസ് ആണ് ഇന്റേണൽ വേരിയബിൾസിലുള്ളത്. അപ്പോൾ ഈ ഇന്റേണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺസിന്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഇൻഫ്ലുവൻസിങ് അവർ ഹെൽത്ത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ വേരിയബിൾസ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഇന്റേണൽ വേരിയബിൾസ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺസ് തോട്ട് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് ചേഞ്ച് ത്രൂ ഔട്ട് ദ ലൈഫ്. ദ നഴ്സ് മസ്റ്റ് കൺസിഡർ the client's level of growth and development when using his or her health beliefs and practice as a basis for planning care. Sick children may exhibit more of fear and anxiety. Concept of illness depends on the developmental stage of the child, adolescent or adult.
ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തോട്ട്സും അതുപോലെ അയാളുടെ ബിഹേവിയറും ഒന്നും സ്ഥായി ആയിട്ടുള്ള ഒരു ഭാവമല്ല. അത് ഓരോ ഡെവലപ്മെന്റ്, ഓരോ വർഷം അല്ലെങ്കിൽ അയാൾ ജനിച്ചു തുടങ്ങുന്നത് മുതൽ അയാൾ മരണം വരേക്കും ഒരുപാട് ഡെവലപ്മെന്റൽ സ്റ്റേജിലൂടെ അയാൾ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. സോ ദർ ആർ പാറ്റേൺസ് ഓഫ് ചേഞ്ചസ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഓരോ ലൈഫ് സ്റ്റേജിലും ഓരോരോ ബിഹേവിയർ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. സോ ദ നേഴ്സ് മസ്റ്റ് കൺസിഡർ ദ ക്ലയൻസ് ലെവൽ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വെൻ വി ആർ യൂസിങ് ദ ഹെൽത്ത് പ്രാക്ടീസസ്. നമ്മൾ ഹെൽത്ത് പ്രാക്ടീസസ് ഒക്കെ പേഷ്യൻസിൻ്റെ അടുത്ത് ഹെൽത്ത് കെയർ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദെയർ ഏജ്. അവരുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ അയാളെ കെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ ഒരു പേഷ്യന്റിനെ ഇഞ്ചക്ഷൻ വെക്കാൻ പോവുകയാണെങ്കിൽ ഒരു അഡൾട്ടിൻ്റെ അടുത്ത് സമീപിക്കുന്ന പോലെയാണോ നമ്മൾ ഒരു കുഞ്ഞു കുട്ടീനെ സമീപിക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡെവലപ്മെന്റൽ സ്റ്റേജ്. വി ആർ നോട്ട് ട്രീറ്റിംഗ് എവറിബഡി ഇൻ same manner. Sick children may exhibit more of fear and anxiety, so we have to take care, special care to that category. Sick children ആവുമ്പോൾ they may exhibit more anxiety, more fear, etc. So concept of health depends on the developmental stage of the child, adolescent or adult. അപ്പോൾ നമ്മൾ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് മസ്റ്റായിട്ടും അവരുടെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഡെവലപ്മെന്റൽ സ്റ്റേജ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, വിച്ച് മീൻസ് എ പേഴ്സൺസ് ബിലീഫ് അബൌട്ട് ഹെൽത്ത് ഈസ് ഷേപ്ഡ് ഇൻ ദ പാർട്ട് ബൈ പേഴ്സൺസ് കൺസെപ്ഷൻസ് അബൌട്ട് ബോഡി ഫങ്ഷൻസ് ആൻഡ് ഇൽനെസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് അയാളുടെ ജീവിതത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ഇറ്റ് മേ ബി body functions and illness, it may be educational background, it may be past experiences. So we have to take care their past experience or educational background etc. in order to give care to the patient. So that is all about intellectual background. The next one is perception of functioning, which means the way people perceive their physical functioning affect health benefits and practices. When the nurse assesses a client's level of health, they gather subjective data about the way client perceive physical functions such as level of fatigue, shortness of breath, pain, and in objective data about the actual functioning such as blood pressure, heart rate measurement and lung sound assessment. ഇപ്പോൾ പെർസെപ്ഷൻ ഫങ്ഷനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാള് അവര് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ചാണ് ഉണ്ടാവുക. ചില സമയത്ത് പേഷ്യൻസ് നമ്മളോട് അവരുടെ അസുഖത്തിനെ പറ്റി പറയുന്ന സമയത്ത് വാട്ട് ദേ ആർ പെർസീവിങ്, അവരെന്താണോ അനുഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്താണോ അണ്ടർസ്റ്റുഡ് ആയത്, അനുഭവപ്പെട്ടത്, അതാണ് അവർ നമുക്ക് പറഞ്ഞു തരിക. ചിലപ്പം അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, എനിക്ക് ഫറ്റീഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്, അതുപോലെ തന്നെ പെയിൻ ഉണ്ട്, വേദനയുണ്ട് എന്നായിരിക്കും പറഞ്ഞുതരാം. പക്ഷെ ആക്ച്വലി ദ പ്രോബ്ലം ഒബ്ജക്റ്റീവ് ഡാറ്റ എന്താണ് അവിടെ? ദ ആക്ച്വൽ ഫങ്ഷനിങ് ഇസ് മേ ബി there will be increased blood pressure or maybe increased heart rate or maybe lung sounds assessment. അതൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക അല്ലേ? പക്ഷെ അവരെന്താണോ പെർസീവ് ചെയ്യുന്നത് അതാണ് അവർ പറയാ. സോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യന്റ് വിത്ത് ദെയർ പെർസെപ്ഷൻ ഓഫ് ഫങ്ഷനിങ്. അവരുടെ പെർസെപ്ഷൻ പോലെ വേണം നമ്മൾ അതും കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേഷ്യന്റ് പെയിൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അപ്പം നമ്മൾ ഓർക്കണം, പെയിൻ മേ ബി ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ, അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ആക്ട് ചെയ്യണം. അതാണ് പെർസെപ്ഷൻ ഓഫ് ഫങ്ഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ പെർസെപ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ട് പേര് അത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അതാണ് അവരുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരാൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്, അത് പകുതി നിറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ, ആ വെള്ളം
പകുതി ഉണ്ട്, അങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കി. പക്ഷെ മറ്റൊരാളുടെ വേ ഓഫ് കൺസെപ്റ്റിൽ അത് വരുമ്പോഴത്തേക്കും അയാൾ അറിയോ അത് പകുതി തീർന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കാണുന്നത് ഒരേ സാധനമാണ്, പക്ഷെ അവർ അത് പെർസീവ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ ഓരോരുത്തരുടെ പെർസെപ്ഷനും വേറെ വേറെ രീതിയിലായിരിക്കും. സോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻസ് പെർസെപ്ഷൻ ലെവൽ. അതിനനുസരിച്ച് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇമോഷണൽ ഫാക്ടേഴ്സ്. ദ ക്ലയന്റ്സ് ഇമോഷൻസ് സച്ച് ആസ് സ്ട്രെസ്, ഡിപ്രഷൻ or fear can influence health beliefs and practice. അത് നമുക്കറിയാം അല്ലേ? A person who is generally very calm may have little emotional response during illness, but an individual who cannot cope emotionally may overreact to illness. അപ്പോൾ പേഷ്യൻസിൻ്റെ ഒക്കെ ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലെ ഇമോഷണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സ്ട്രെസ്, ഡിപ്രഷൻ, ഫിയർ അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഹാർട്ട് ബീറ്റ് കൂടുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഹെൽത്തിനെ ഇമോഷൻസ് ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പേഴ്സണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ചിലവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. ദേ മേ ഹാവ് ലിറ്റിൽ ഇമോഷണൽ റെസ്പോൺസ് ഡ്യൂറിങ് ഇൽനസ്. ഒരസുഖം വരുമ്പോഴത്തേക്ക് മേ ബി ദേ ഹാവ് വെരി ലിറ്റിൽ ഇമോഷണൽ റെസ്പോൺസ്. അവർക്ക് ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ റെസ്പോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ചില ആൾക്കാരോ ഹു കനോട്ട് കോപ്പ് ഇമോഷണലി മേ ഓവർ റിയാക്ട് ടു ഇൽനസ്. ഇമോഷണലി കോപ്പ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ദേ മേ ഓവർ റിയാക്ട് ടു ഇൽനെസ്സിനെതിരെ അവർ ഒരു അസുഖം വരുമ്പോൾ അയ്യോ അച്ഛാ എനിക്ക് തീരെ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കാൻ തുടങ്ങും. പക്ഷെ മറ്റു ചിലരാവട്ടെ അതൊരു ആക്സിഡന്റ് പറ്റി കൈ ഒടിഞ്ഞത്, അത് വലിയ കാര്യമൊന്നുമില്ല, അത് ഇങ്ങനെ ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളും ഉണ്ടാവാം. അപ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇങ്ങനെ രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കുക. Then next one is spiritual factors. Spirituality is an important aspect of health. Religious practice are one way that people exercise spirituality. So, there are some religions that restrict the use of certain forms of medical treatment. ചില റിലീജിയൻസിലൊക്കെ ചില മരുന്നുകളും അല്ലെങ്കിൽ ചില ചികിത്സാ രീതികളൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതായത് അവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ആസ് എ നേഴ്സ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് clients' spiritual dimension to involve them effectively in nursing care. So we have to understand the client's spiritual dimensions. അപ്പം നമ്മൾ ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ സ്പിരിച്വൽ ഡയമെൻഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടേതായ കൾച്ചറിൽ നിന്നുകൊണ്ട് ഇൻവോൾവ് ദം എഫക്റ്റീവ്ലി ഇൻ നഴ്സിംഗ് കെയറിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അവർക്ക് കെയർ കൊടുക്കുക. അപ്പോൾ സ്പിരിച്വൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. സോ ദ നേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ്സ് സ്പിരിച്വൽ ഡയമെൻഷൻസ് ടു ഇൻവോൾവ് ദം എഫക്റ്റീവ്ലി ഇൻ നഴ്സിംഗ് കെയർ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസിലെ ഇന്റേണൽ വേരിയബിൾസ് ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് എക്സ്റ്റേണൽ വേരിയബിൾസ്. ഇനി എന്തൊക്കെയാണ് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് നോക്കാം. എക്സ്റ്റേണൽ വേരിയബിൾസ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സൺസ് ഹെൽത്ത് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസ് ഇൻക്ലൂഡ് ഫാമിലി പ്രാക്ടീസസ്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ആദ്യം ഫാമിലി പ്രാക്ടീസ്, സോഷ്യോ എക്കണോമിക് പ്രാക്ടീസ്, the next one is cultural background. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് ഫാമിലി പ്രാക്ടീസ് ആണ്. ഫാമിലി പ്രാക്ടീസിൽ ദ വേ ദാറ്റ് ദ ക്ലയൻറ്റ്സ് ഫാമിലി യൂസ് ഹെൽത്ത് കെയർ സർവീസസ് അഫക്ട് ദെയർ ഹെൽത്ത് പ്രാക്ടീസ്. Family response to disease and their preventive care behaviors can influence health of its members. So, the way that clients' family use healthcare services affect their health practice. ഒരു ഫാമിലി എങ്ങനെയാണോ അവരുടെ ഹെൽത്ത്
കെയർ സർവീസസ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ അവരെ ഹെൽത്തിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് അവരുടെ ക്ലയന്റിന്റെ, അതായത് ആ അസുഖക്കാരനെ അത് ബാധിക്കുന്നുണ്ട്. ഫാമിലീസ് റെസ്പോൺസ് ടു ഡിസീസ് ആൻഡ് their preventive care behaviors can also influence health status. ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വന്നാൽ അതിനെ എങ്ങനെ ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അവർ അതിനെതിരെ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു ആ അസുഖത്തെ നേരിടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആൾക്ക് കോവിഡ് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ കോവിഡ് വന്ന അയാളുടെ ഫാമിലി എങ്ങനെ അയാളെ നോക്കിക്കാണുന്നു ഉള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ്. ഒന്നുകിൽ അയാളെ ഐസൊലേറ്റ് ചെയ്ത് ബാക്കി എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് അയാൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടോട്ടലി അയാളെ ഇഗ്നോർ ചെയ്യാം. അപ്പം ഏത് രീതിയിലാണ് അവർ ആ അസുഖത്തിനെ നേരിടുന്നത് എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടേഴ്സ് തന്നെയാണ്. സോ ഫാമിലി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. The next one is socio-economic factor. In social and psychosocial factors can increase the risk for illness. Psychosocial variables include the person's marital and intimate relationship, lifestyle habits, and occupational environment. Poverty leads to malnourishment and deficiency, diseases. Economic status of the family directly or indirectly affect the health. ഇപ്പോൾ സോഷ്യോ എക്കണോമിക് പ്രാക്ടീസിൽ സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഹെൽത്ത് എന്നാണ് പറയുന്നത്. ബിക്കോസ് സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ടുള്ള കുറച്ച് psychosocial variables includes such as intimate relationship, lifestyle habits, occupational environment also affect the health of the person, and also economic status of the family directly or indirectly affect the health of the family members, because poverty leads to malnourishment and deficiency disease. So economic status എന്ന് പറയുന്നത് that may lead to poverty and that may lead to malnourishment and deficiency disease, and that is directly affect the health. അതാണ് സോഷ്യോ എക്കണോമിക് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ഇസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഇൻ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസസ് ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് കസ്റ്റംസ് which influences the approach to the healthcare system and personal health practices. Cultural background may also influence an individual's beliefs about cause of illness as well as remedies or practices to restore health. If nurses are not aware of their own and other cultural patterns of behavior and language, they may not be able to recognize and understand clients' behavior, and also believe they may have difficulty in interacting. So cultural practice or cultural background influences our beliefs, values and customs, which is also influence our healthcare system. Cultural background എന്ന് പറയുന്നത് റിലീജിയൻ, ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, എക്കണോമിക്, അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഒരു തരത്തിലല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ബാധിക്കുന്നുണ്ട്. സംടൈംസ് ദ പേഷ്യൻ്റ് മേ ഡിഫിക്കൽട്ടി ഇൻ ഇൻട്രാക്ടിങ് ഡ്യൂ ടു their cultural norms. If nurses are not aware of their own and other cultural paternal behavior and language, they may not be able to recognize and understand clients' behavior. ഇപ്പോൾ ഇതൊന്നും അറിയാത്തൊരു നേഴ്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ കൾച്ചറൽ പാറ്റേൺസ് ഒന്നും അറിയില്ല എങ്കിൽ they may be difficult to recognize the client's behavior. നമുക്ക് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ ചില സമയത്ത് പറ്റില്ല, അങ്ങനെ നമുക്ക് വേണ്ടത്ര ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് മീൻ ബൈ cultural background. This all about determinants of health status. So ഈ സെഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹെൽത്തിൻ്റെയും ഡിസീസിൻ്റെയും ഡെഫിനിഷനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹെൽത്തിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസും ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.